ഈ സീസണില് ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് ബിഗ് ബോസ് ക്രൂവിന്റെ ഭാഗത്തു നിന്നും കിട്ടുന്ന പരിഗണന വേറെ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? അല്ല, മൂപ്പൻസ് വ്ലോഗ് ശരത് ബ്രോയെ പോലെ ഞാനും ഈ പണി തുടങ്ങിയോന്ന് നിങ്ങൾക്ക് തോന്നും. നമ്മൾ അത്രയ്ക്കൊന്നും ഇല്ല. പക്ഷെ ഇതൊരു വാലിഡ് ചോദ്യമാണ്. പുള്ളി നിരന്തരം ഈ ഒരു വാലിഡ് ചോദ്യമാണ് പുള്ളിയുടെ വീഡിയോകളിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. തുടക്കം മുതലുള്ള ഗെയിമില് ഫേവറിസം കാണാമെങ്കിലും ഇത് ഇത്രയും എവിഡന്റ് ആയിട്ട് തുടങ്ങിയത് വൈൽഡ് കാർഡുകളുടെ വരവോടെയാണ്. ജാസ്മിനെതിരെ ഗെയിം കളിച്ച് സിബിനെ ലാലേട്ടനെ കൊണ്ട് ഗ്രില്ല് ചെയ്യിപ്പിച്ച് മാനസിക രോഗിയാക്കി ചിത്രീകരിച്ച് പുറത്താക്കി. ജാസ്മിൻ ആരുടെയെങ്കിലും മുന്നിൽ പതറിയിട്ടുണ്ടെങ്കിൽ അത് സിബിന്റെ മുന്നിൽ മാത്രമാണ്. സിബിനെ പുറത്താക്കിയതോടെ ജാസ്മിനെതിരെ കളിക്കാൻ ആഗ്രഹമുണ്ടായിരുന്ന അഭിഷേക്, സായി രണ്ടുപേരും ഗെയിം മാറ്റി. അവര് പിന്നീട് മൂകന്മാരും ബദിരന്മാരുമായി. സായി പുറത്തെ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് ഡയറക്റ്റ് നോമിനേഷനിൽ വിട്ടു. അതും കൂടി ആയപ്പോ അഭിഷേകിന്റെ ഗ്യാസ് തീർന്നു, അഭിഷേകിന്റെ ധൈര്യം ചോർന്നു. അവർക്കവിടെ ഇങ്ങനെയും നിൽക്കണമെന്ന് മാത്രമായി പ്ലാൻ, സർവൈവ് ചെയ്യുക. അങ്ങനെയാണ് സായിയും അഭിഷേകും ഒക്കെ ഒതുങ്ങിപ്പോയത്. സിബിൻ ഉണ്ടായിരുന്നുവെങ്കിൽ രണ്ടുപേരും മികച്ച രീതിയിൽ ഗെയിം കളിച്ചേനെ. നന്ദനയുടെ കാര്യം എടുത്താലും സംഭവം ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്. ഒതുക്കി വിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അഭിഷേക് ജയദീപ് അയാള് ജാസ്മിനെതിരായിട്ട് പറഞ്ഞതിന് ഭൂരിഭാഗം ഫുട്ടേജും കാണിച്ചിട്ടില്ല എന്നാണ് പുള്ളിയുടെ വാദം. വൈൽഡ് കാർഡുകളായിട്ട് 6 പേരെ കയറ്റി വിട്ടിട്ട് എല്ലാരെയും ഓരോ രീതിയിൽ ഒതുക്കി വിട്ടാല് പിന്നെ ഈ ഗെയിം കാണാനിരിക്കുന്നവരെന്തുവാ, പൊട്ടന്മാരാണോ? അല്ല, ഇതൊക്കെ ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? അല്ലെങ്കിൽ ആരെ ടോപ്പ് പൊസിഷനിലേക്ക് കൊണ്ടുവരാനാണ്? കപ്പടിക്കുമെന്ന കോൺഫിഡൻസോടെ ഇന്ന് ജാസ്മിന്റെ വാപ്പയും ഉമ്മയും പറഞ്ഞത് ഇതൊക്കെ കാരണമല്ലേ? ജാസ്മിന്റെ വഴിയിൽ തടയായിട്ട് നിൽക്കുന്ന ആരെയും ബിഗ് ബോസ് തന്നെ അരിഞ്ഞു വീഴ്ത്തുമെങ്കിൽ എന്തിനാണ് 100 ദിവസം നീണ്ടു നിൽക്കുന്ന ഗെയിം എന്നാണ് എനിക്ക് ചോദിക്കാവുന്നത്. ഇന്ന് രാവിലെ മുതൽ ലൈവിൽ നടക്കുന്നത് പ്യുവർ വൈറ്റ് വാഷിംഗ് ആണ്. എങ്ങനെയും ജാസ്മിന് സഹതാപ വോട്ട് മേടിച്ചു കൊടുക്കുക, എങ്ങനെയും ജാസ്മിനെ കൊണ്ട് ഈ സീസൺ വിജയിപ്പിക്കുക. അത് ഞാൻ പറയാൻ വേറൊരു കാരണമുണ്ട്. ഇന്നൊരു ഞായറാഴ്ചയാണ്, ഇന്നും വോട്ടിംഗ് ഉണ്ടായിരുന്നു. ഒരിക്കലും ഞായറാഴ്ച വോട്ടിംഗ് വെക്കാത്തതാണ്. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് ബിഗ് ബോസ് ചെയ്യുന്നത്? അല്ല, എല്ലാം പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ട്, എല്ലാം പ്രേക്ഷകർ വായിച്ചെടുക്കുന്നുണ്ട്. 6 വൈൽഡ് കാർഡ് എൻട്രികളെ കൊണ്ടുവന്ന് ആർക്കും ജാസ്മിനെതിരെ കളിക്കാൻ പറ്റിയില്ല. നിങ്ങളൊന്ന് ഓർത്തു നോക്കണം. ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കുന്ന ഒറ്റയ്ക്ക് പൊരുതി വന്നവരെ പ്രേക്ഷകർ പിന്തുണയ്ക്കത്തുള്ളൂ. അത് ഞാൻ അടിവരയിട്ട് പറയാം. ഡിസേർവിംഗ് ആയിട്ടുള്ളവരെ ജയിക്കൂ, ഡിസേർവിംഗ് ആയിട്ടുള്ളവരെ വിജയിപ്പിക്കൂ പ്രേക്ഷകര്.